ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ഒരുപാട് സങ്കടം ഉണ്ടെങ്കിലും ഒരു ചിരിച്ച മുഖത്തോടെ നിൽക്കുന്നേന്ന് കേട്ടോ. ഓ, നീ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? ഇതുവരെ എവിടെ ആയിരുന്നു? ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സങ്കടം ആർക്കാ ഇല്ലാത്ത? ഞാൻ എന്റെ കഥ പറഞ്ഞ പൊട്ടി കരയുന്നു. ആണോ? അയ്യടാ പാവം. പേര് മമ്മൂട്ടിയല്ല, മുകേഷ്. എന്റെ അമ്മൂമ്മ ഇവിടുത്തെ കശുവണ്ടി തൊഴിലാളിയായിരുന്നു എത്രയോ കൊല്ലം. അതിനൊന്നും ഇല്ലേ? അത് പഴയ ആളുകളുടെ കഥ പോയി. പുതിയ ആള് അല്ല അത് പിന്നെ ഇത് പുതിയ ആൾ. അതൊക്കെ അത് ഞാൻ സഹോദരി കുറ്റം പറയുന്നില്ല. ആ മടിപ്പിച്ച് കളഞ്ഞിട്ടൊക്കെ ഇവിടെ വന്ന് പ്രക്ഷുബ്ധതയുടെ കൊലപ്രക്ഷുബ്ധൊക്കെ പറഞ്ഞ് കുറെ വാചകം അടിച്ചിട്ട് പോകുന്നതല്ലാതെ തിരിഞ്ഞു നോക്കില്ല. നമ്മളെ LDF അങ്ങനെയല്ല. ഉറപ്പാണ് വികസനം, ഉറപ്പാണ് LDF. അതിരിക്കട്ടെ, നിന്നിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തതിന്റെ ഉദ്ദേശം എന്താണാവോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന M. മുകേഷ് എന്ന എനിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഓരോ തവണ കാണുമ്പോഴും പ്രതീക്ഷ കൂടുകയായിരുന്നു. ഇപ്പോൾ പറയാനുള്ളത് എന്താണ്? ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ അപ്പം പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും കൂടുതൽ ആവേശം എല്ലാ സ്ഥലത്തും, ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി അതാണ് ഈ മാൻപവർ ബ്ലോക്ക് ആക്കി. പ്രത്യേകിച്ച് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാം റോഡിൽ ഈ പൊരിവെയിലത്ത് കാത്തു നിൽക്കുന്നു. അവർ കൈ പിടിക്കുന്നു, സന്തോഷമായിട്ട് ചിരിക്കുന്നു. സന്തോഷമായിട്ട് ജയിക്കുമെന്ന് പറയുന്നു. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഈ ആവേശം വോട്ടായിട്ട് മാറും. അതെല്ലാം അവരുടെ ആഗ്രഹമാണ്, നിറവേറുക തന്നെ ചെയ്യും. അത് പറയാൻ താരാണോ? യു ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് രാവിലെ തന്നെ എനിക്കുള്ള വിശ്വാസം. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. അതാ തവണ നമ്മളിവിടെ ചെങ്കൊടി പാറിക്കും കൊല്ലത്ത്. അതിനകത്ത് സംശയമൊന്നുമില്ല. കൊല്ലത്തെ UDF ലീഡ് 10,000 കടന്നിരിക്കുന്നു. കൊല്ലത്ത് UDF-ന്റെ NK പ്രേമേന്ദ്രൻ ലീഡ് 10,000 കടന്നിരിക്കുന്നു. അങ്ങനെ വലിയ ചിരിയൊന്നും വേണ്ട. പൊന്നപ്പച്ചേട്ടാ, എല്ലാരെയും വിളിച്ചോ. ഇന്ന് എന്റെ വക മേളക്കാരെയും വിളിച്ചോ. ഒന്ന് കൊഴക്കട്ടെ. ശുഭപ്രതീക്ഷ 100% വിജയം, അതിൽ കൂടുതൽ ഒന്നുമില്ല. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അപ്പോ നിങ്ങൾക്ക് യഥാർത്ഥ പൾസ് മനസ്സിലാക്കാണ്. കാരണം ഇതുവരെ കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമായിട്ട് ആരും കണ്ടിട്ടില്ലായിരുന്നു. കാരണം ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഒരു 3 മാസം മുമ്പ് വരെ കേരളത്തിൽ 2 സീറ്റിൽ കൂടുതൽ വിജയിക്കില്ല, വിജയപ്രതീക്ഷ ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇന്ന് 2 സീറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒരു വിജയപ്രതീക്ഷ വന്നിരിക്കുന്ന ഒരു സമയമാണ്. സോമനങ്ങളുടെ കോൺഫിഡൻസ് കാണുമ്പോഴാണ് എനിക്കൊരാശ്വാസം. അത് മോൾക്ക് അവന്റെ കോൺഫിഡൻസിനെ പറ്റി അറിയാനിട്ടാ. മുമ്പ് തോറ്റ എല്ലാ ഇലക്ഷനും ഇതേ കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോ ഇത് കൊല്ലത്ത് മാത്രമല്ല, കേരളത്തിൽ ഒന്നാകെ ഈ ഒരു ഓളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വരും തലമുറയ്ക്ക്, അതായത് എന്റെ ജീവിതമോ നഷ്ടപ്പെട്ടു, വരാൻ പോകുന്ന എന്റെ തലമുറയ്ക്ക് നല്ലൊരു ജീവിതം കൊടുത്തിരിക്കുമെന്ന് മാതാപിതാക്കളും കുട്ടികളും എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നു. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന ഇലക്ഷനിൽ കൊല്ലത്ത് നിന്ന് ചരിത്ര വിജയം നേടുന്നതാണ് പാർട്ടിയുടെയും എന്റെയും വിശ്വാസം. കൊല്ലത്തെ വോട്ടിന്റെ നിലവാരത്തെ പറ്റി എനിക്ക് വലുതായിട്ട് അറിയാൻ കഴിയുന്നില്ല. പക്ഷെ അവിടെ ശ്രീ പ്രേമേന്ദ്രൻ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ ലീഡ് ചെയ്യുകയാണ്. ഇന്നലെ രാത്രി ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാകണം. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.